കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നീതി ലഭിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. മത്സ്യത്തൊഴിലാളികളെ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷ അത് നമ്മൾ കൈവിട്ടിട്ടില്ല ഇതുവരെ. പ്രതീക്ഷ കുടുംബത്തിൽ കയറി ചെല്ലണമെങ്കിൽ അർജുൻ കൂടെ വേണം, അല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റില്ല. ഏതായാലും ജിതിനാണ് ഇപ്പോൾ സംസാരിച്ചത്. മന്ത്രിയോടൊപ്പം അതായത് ഈ മത്സ്യത്തൊഴിലാളികളെ ഉപയോഗിച്ച് പ്രദേശവാസികളെ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജിതിൻ പ്രതികരിക്കുന്നത്. ഏതായാലും നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുങ്ങൽ വിദഗ്ധർ വീണ്ടും വീണ്ടും പുഴയിലേക്ക് ആഴത്തിലേക്ക് മുങ്ങി പോകുന്നു. അവിടെ എത്തി പരിശോധനകൾ നടത്തുന്നു. അതിനിടയിൽ കൂറ്റൻ മുളകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഴങ്ങളിൽ ലോഹഭാഗങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഈ പലപ്പോഴും ഈ മുളകൾ ഈ ഒരു ഒഴുക്കിൽ ഒന്ന് തടയായി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ മുളകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആഴങ്ങളിൽ പറ്റാവുന്ന ആഴങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിൽ ലോഹഭാഗങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും നോക്കുന്നുണ്ട്. ഏതായാലും 5 ബോട്ടുകളാണ് ഇപ്പോൾ ഈ പരിശോധനയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ പലതും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടേതാണ്. 2 ബോട്ടുകൾ മാത്രമാണ് ഈ രക്ഷാദൌത്യ സംഘങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. ഏതായാലും ഈ പുഴയെ അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് നടത്തിയ ഈ പരീക്ഷണം അത് വിജയമാകുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പൊതുവിൽ ഉയരുന്നത്. ഇന്ന് 12ാം ദിവസമാണ്. ഇതുവരെ റിസൾട്ട് ഇല്ലാതെ കാര്യങ്ങൾ അനന്തമായി നീളുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളെ വെച്ചുകൊണ്ടുള്ള ഈ ഒരു പരിശോധന അത് ഗുണം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പിന്മാറാതെ അവിടെ ഓരോ ദൗത്യവും മുന്നിലേക്ക് പോവുകയാണ്. നിരവധി തവണ ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു ഫലം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരവസ്ഥ. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യത്തിൽ നിന്ന് കാണാം ആ ദൗത്യ സംഘം അവർ പിന്മാറുന്നില്ല എന്നുള്ളതാണ്. ഈശ്വർ മാൽപ്പെ വീണ്ടും ഡൈവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. 6 തവണയോളം ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. KB ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, പല സ്പോട്ടുകളിലായിട്ടാണല്ലോ നിൽക്കുന്നത്. ഓരോ ഇടങ്ങളും കേന്ദ്രീകരിച്ച് അങ്ങനെ ലോറി സ്പോട്ട് ചെയ്ത ഇടം അതിനു ചുറ്റും ഇങ്ങനെ കേന്ദ്രീകരിച്ചായിരിക്കുമല്ലോ നടപടികളൊക്കെ പോകുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഡൈവ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ വെളിച്ചമൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു പ്രതിസന്ധി മാത്രമേ അല്ലേ ഉള്ളൂ. അതും തരണം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോകുമല്ലേ? അങ്ങനെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല, അതിന് വെള്ളത്തിലെ പരിശോധനകൾക്ക് എപ്പോഴും പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് വെളിച്ചം പോയാൽ, ഡേ ലൈറ്റ് പോയാൽ പരിശോധനകൾ വല്ലാത്ത ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് തന്നെ ഇരുട്ട് വീണാൽ പരിശോധന ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിൽ ഏതായാലും 6 തവണ ഈ പുഴയിലേക്ക് ഈശ്വർ മാൽപ്പെ മുങ്ങി നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും, നമുക്ക് ആശാവഹമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് 2 തവണ അദ്ദേഹത്തിന്റെ വടം പൊട്ടി അദ്ദേഹം ഒഴുക്കിൽ പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഏതായാലും രക്ഷാദൌത്യ സംഘത്തിലെ ബോട്ടുകൾ ഉപയോഗിച്ച് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കുകയാണ് ചെയ്തത്. നിലവിലേതായാലും പരിശോധനകൾ തടസ്സമില്ലാതെ തന്നെ നടക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളെ നോക്കിയാൽ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓരോ നിമിഷവും ആ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുഴയിൽ ഒഴുക്ക് വളരെ ശക്തമായിരിക്കുന്ന ഒരു സ്ഥിതിയിൽ അർജുനെ കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഈ 12ാം ദിവസത്തിന്റെ ഈ സായം സന്ധ്യയിലും നാം എല്ലാം കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അറ്റത്തുള്ള ഡിങ്കി ബോട്ടിലെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുഴയിലെ ഒഴുക്ക്, പ്രത്യേകിച്ച് ഈ ഒരു വളവിലൂടെയാണ് ഈ പുഴ ഇവിടെ തിരിഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തീരങ്ങളിലേക്ക് ഒഴുക്ക് വളരെ വേഗത്തിൽ അടിച്ചു കയറുന്ന വെല്ലുവിളികൾ അവിടെയുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി മുന്നിലേക്ക് പോവുകയാണ് ഈശ്വർ മാൽപ്പയും സംഘവും.